പ്രിയമുള്ളവരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ നാടകത്തിലൂടെ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ്. കുട്ടികളെ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് നയിക്കാൻ മാതാപിതാക്കളുടെ സ്നേഹം, പരിചരണം, കരുതൽ എന്നിവ എത്രത്തോളം ആവശ്യമാണെന്ന് ഈ നാടകം ഓർമ്മിപ്പിക്കുന്നു. ഒരു ദിവസം കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കില്ല. എന്നിരുന്നാലും ഉചിതമായ മാർഗനിർദ്ദേശം കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. ഏവർക്കും ഈ നാടകവും അതിൻ്റെ സന്ദേശവും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു. മാറ്റം ഇന്നു മുതൽ, അല്ലെങ്കിൽ നാളെ മുതൽ. റിൻസി, റിൻസി, കടുപ്പത്തിലൊരു കാപ്പിങ് എടുത്തേ. ഓ, മറന്നു, അവൾക്ക് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നല്ലോ. ഞാൻ പോയി തന്നെ കാപ്പി ഇടാം, ഇനിയിപ്പം വേറെ വഴിയില്ല. ഹായ് ജോയിച്ച, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഒരു കാര്യം ചെയ്യും, നീ തന്നെ ഒരു കാപ്പി ഇട്. നിങ്ങൾക്ക് ഇത്ര നാളായിട്ട് ഒരു കാപ്പി പോലും ഉണ്ടാക്കാൻ അറിയില്ലേ? അതിനൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മെർലിൻ്റെ ഹസ്ബൻഡ് ഒരു ബിരിയാണി വരെ ഉണ്ടാക്കും. എടി നിർത്ത്, നിന്റെ മെർലിൻ്റെ കഥയൊന്നും എനിക്ക് ഇന്നെ കേൾക്കണ്ട കേട്ടോ. എപ്പോൾ എന്ത് പറഞ്ഞാലും ഈ മെർലിൻ. ഒരു കാര്യം ചെയ്യും, ഞാൻ ആ കാപ്പി എടുത്തോണ്ട് വന്നാൽ പ്രശ്നം തീരുമല്ലോ. അന്ന് എനിക്കും കൂടെ ഉണ്ടാക്കിക്കോന്ന്. ബെസ്റ്റ്. അല്ല, നീ എന്നെ ഇന്നിച്ച് ലേറ്റ് ആയത്? അത് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അതെങ്ങനെ, ഈ സ്ഥലകാലം ബോധം പറഞ്ഞ സാധനം വേണ്ടേ? എന്തേലും പറഞ്ഞോ? അല്ല, ഈ സംസാരം ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുമായിരുന്നു. ഇവിടെ ആരോഗ്യത്തെക്കുറിച്ച് ആരും മിണ്ടണ്ട, ഇവിടെ നേഴ്സ് ഞാൻ പറയും, കേട്ടല്ലോ. ഓക്കെ. നീ ഇങ്ങനെ നൈറ്റ് പോയി നടന്നു. നമ്മുടെ പിള്ളേരുടെ കാര്യം ആകെ പ്രശ്നത്തില്ല. നമ്മുടെ മൂത്ത മകനുണ്ടല്ലോ, മത്തായി, അവനിപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, അറിയാലോ. അവൻ ഈയിടെ ആയിട്ട് ഒരു പുസ്തകം പോലും എടുത്ത് തുറന്നു നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവൻ്റെ ഈയിടെ ആയിട്ടുള്ള കൂട്ടുകെട്ടും ഒട്ടും ശരിയില്ല. പിന്നെ ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ആ ബാസ്കറ്റ് ബോൾ കോർട്ടിൻ്റെ അടുത്തുള്ള ഒരു സഭ കൂടിച്ചുണ്ട്. ഞാൻ അറിയത്തില്ലെന്നാ വിചാരം. ഈ ജോലി എടുത്ത അവൻ്റെ കളി. കാര്യം ചെയ്യും, അവനൊന്ന് വിളിച്ചേ നീ. ശരിയാ, നിങ്ങൾ അവരെയൊക്കെ പിടിച്ചൊന്ന് ഉപദേശിക്കണം, കേട്ടല്ലോ. ഞാൻ നോക്കട്ടെ. ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ചേ. മത്തായി, എടാ മത്തായി, വന്നടാ. രാവിലെ ഈ അപ്പം തുടങ്ങി മനുഷ്യനെ മെനക്കെടുത്ത ഉറക്കവും കളഞ്ഞ് ഇന്നലത്തെ ഹാങ് ഓവർ ആണെ മാറിയിട്ടില്ല. എന്താ അപ്പാ? അല്ല അപ്പ, അത് ഹാങ് ഓവർ ബൈബിൾ റെഫറൻസ് ഒക്കെ ഉള്ളൊരു മൂവിയാ. നമുക്കറിയാം, നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് അതൊക്കെ കേട്ടോ. അതൊക്കെ നമ്മൾ കുറേ കണ്ടതാ. വേണ്ടായിരുന്നു. നീ എന്നാ പരിപാടി? എന്താ അപ്പാ? നീ നല്ല കള്ളു കുടിച്ചിട്ടോ രാത്രി? കള്ളോ? ചെറുതായിട്ട് കുടിച്ചായിരുന്നു. ഓഹോ, അതിനപ്പോ കണക്കുണ്ടോ? ഇവനെ ഞാൻ ഇങ്ങോട്ട് വരാം. നീ ഒന്നും മിണ്ടണ്ട, ഞാൻ കാണിച്ചോളാം. ഇങ്ങോട്ട് വന്നേ. എന്തോ എങ്ങനെ? എടാ, സംഭവം എന്നാന്ന് വെച്ചോണ്ടല്ലോ, അമ്മയെ തൽക്കാലം അറിയണ്ട. പപ്പയ്ക്ക് മോനോട് ഒരു കാര്യം പറയാനുണ്ട്. പറപ്പാ. അതായത് പപ്പ ഇന്ന് മോനോട് ഷൗട്ട് ചെയ്താ നാളെ മോൻ പിന്നെയും കുടിച്ചിട്ട് വരും. അത് പപ്പയ്ക്ക് വേണ്ട. അറിയാല്ലേ? പിന്നെ അതുകൊണ്ട് നാളെ നമ്മളെല്ലാവരും കുടുംബസമേതം ചർച്ചിൽ പോകുന്നുണ്ട്. കുറേ നാളായല്ലേ പോയിട്ട്. ശരിയപ്പാ. അപ്പം നാളെ നമ്മൾ പിന്നെ കുറച്ചുകൂടെ മോൻ എല്ലാ ദിവസവും ബൈബിളൊക്കെ വായിക്കണം. ശ്രമിക്കാം. ശ്രമിക്കണം. മോൻ ചെയ്താൽ മതി. അത് പപ്പയ്ക്ക് അറിയാം മോനത് ചെയ്യുമെന്ന്. മോനതിനുള്ള അറിയാം. അപ്പോൾ തൽക്കാലം മമ്മി അറിയണ്ട കേട്ടോ. ശരി, കയറിപ്പോടാ. നിങ്ങൾ പറഞ്ഞോ, അവനെ നല്ലത് പറഞ്ഞിട്ടുണ്ട്. ഇനി അവൻ നാളെ കണ്ടോ ചർച്ച വരുമോ? നന്നായാ മതി. ഇവനെയൊക്കെ കണ്ട താഴെയുള്ള 2 എണ്ണം പഠിക്കുന്നേ. അത് ഓർത്ത് നീ പേടിക്കണ്ട. നമ്മുടെ ഇളയ മകനുണ്ടല്ലോ, ഡാനിക്കുട്ടൻ, അവൻ ഇവനെ പോലേ അല്ല. സകല സമയവും ചെവിയിൽ എപ്പോഴും ഒരു സാധനം കാണും. എന്തെങ്കിലും ചോദിച്ചാലോ ഒന്നും മിണ്ടുകയല്ല. നീ അവനെ ഒന്ന് വിളിച്ചേ. ഞാൻ വിളിക്കാം. ഉണ്ടോ എന്തോ ദൈവത്തിനറിയാം. ഡാനി മോനെ, ഇങ്ങ് വന്നേ. മോം, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്നെ ഡാൻ വിളിക്കണം എന്ന്. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഡാൻ എന്നാ വിളിക്കുന്നത്. ഞാൻ പേര് തന്നെ വിളിക്കുന്ന കഷ്ടപ്പെട്ട. എടാ മോനെ, നിന്റെ ഹെഡ്ഫോൺ പഴയതായല്ലോ. നമുക്ക് ഈ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിന് സെറ്റപ്പ് ആക്കണം കേട്ടോ. പുതിയ ഹെഡ്ഫോണിന്റെ കാര്യമായപ്പോ അവൻ കറക്റ്റ് ആയിട്ട് കേട്ടു. അത് എല്ലാം മൈൻഡ് പോലും ചെയ്യത്തില്ല നമ്മുടെ അടുത്ത്. അത് ശരിയാ. ഒരു കാര്യം ചെയ്യും, നമുക്ക് എന്നാ ചെയ്യാൻ ഇവന്റെ കാര്യം. മോനെ ഇങ്ങോട്ട് വന്നേ. മോന് നമ്മുടെ ഈ നാളെ ചർച്ചൊക്കെ ഉണ്ട്. പിന്നെ
മോൻ ഇങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടമാണെന്ന് പപ്പയ്ക്ക് അറിയാം. പിന്നെ കൂടുതലും നമുക്ക് നാളെ ചർച്ചിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ വർഷിപ്പും മെസ്സേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ മോനൊന്ന് കണ്ടുപിടി. ഞാൻ ട്രൈ ചെയ്യാൻ അപ്പനറിയാം മോൻ ഇച്ചിരി ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ വാസന ഉണ്ടെന്നൊക്കെ പപ്പയ്ക്ക് അറിയാം കേട്ടോ. അപ്പം നാളെ ഒന്ന് ട്രൈ ചെയ്യണം എങ്ങനെ പോയാലും. പക്ഷേ എനിക്കൊരു പുതിയ ഹെഡ്ഫോൺ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ ചെയ്യും. പിന്നെ ഇപ്പം എക്കണോമിയൊക്കെ മോശം, അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ, പപ്പ ചെയ്തു തരും. അതും അറിയാലോ, വാക്ക് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, നമുക്കത് മതി. ഇനി പോക്കോ. ശരി, അമ്മയോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ എന്തുവാ ഈ പിള്ളേരെ മാറ്റി നിർത്തി പറയുന്നേ? ഒന്നുമില്ല, ഇപ്പൊ ഒന്നും അറിയാനായിട്ടൊന്നുമില്ല. നമ്മുടെ ഇളയ മകൾ എന്ത് ചെയ്യും പറഞ്ഞ പോലെ ദൈവമേ അവളെങ്കിലും പഠിച്ചത് നന്നായി കണ്ടാൽ മതിയായിരുന്നു. അത് വെറുതെയാ. ദൈവം എന്നോണ്ടല്ലോ, ഇവള് ഇന്നലെ ഇല്ലായിരുന്നു. ക്യാത്തി, ഇവളിപ്പോ ഇന്നലെ ഇവിടെ അല്ലേ കിടന്നുറങ്ങി? എനിക്കൊന്നും അറിയത്തില്ല. ഹായ്. ഹായ് മോളെ, ഇന്നലെ രാത്രി മോളെ എവിടെയായിരുന്നു? Actually, we had a sleepover yesterday. It's a Halloween party, Daddy. എന്തൊക്കെ കാണണേ എൻ്റെ കർത്താവേ. Yeah, we are planning for another one. നിനക്കൊരു വാക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോയിക്കൂടെ കാത്തി? നിങ്ങളുടെ വീട്ടിലൊക്കെ പെർമിഷൻ ചോദിക്കണം. Actually, അത് മമ്മിയോട് പറയേണ്ട കാര്യമാണ്. Because I'm helpless. കേട്ടോ? എനിക്ക് താല്പര്യമില്ല. താല്പര്യം അതെ. ആയിക്കോട്ടെ. Come on guys, we can take a reel. Yeah. Tomorrow, but tonight go crazy. All you gotta do is just meet me at the നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തു വച്ചാ ഇതൊക്കെ? പറ്റിപ്പോയി, എന്നാ പറയാനാ. മോളെ പപ്പയ്ക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ നമ്മൾ കുടുംബസമേതം എല്ലാവരും കൂടെ പോയി ചർച്ചിൽ പോകുന്നുണ്ട്. അല്ല ആണോ? എന്നാലും മോള് നാളത്തേക്ക് അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യണം. റോസി വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. ആയിക്കോട്ടെ, റോസി വരട്ടെ. ആയിക്കോട്ടെ, റോസിയും വരട്ടെ. ബെസ്റ്റ് അല്ലേ? മോളും വരണം നാളെ. ഇവളുടെ കൂടെ കൂടിയാണ് ഈ കൊച്ചു നശിച്ചത്. സാരമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം. മോളിപ്പോൾ പൊക്കോ, നാളെ വരണം. നാളെ 10 മണിക്ക് ചർച്ചുണ്ട്. 9:30 ആകുമ്പോൾ റെഡി ആയിട്ട് ഇവിടെ നിന്നോണം. ഓക്കെ അല്ലേ? കിട്ടോ, തൽക്കാലത്തേക്ക് കിട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ എടുക്കും, ബിസിയാന്നറിയാം. അയ്യോ, നിങ്ങൾ ഇങ്ങനെയാണോ ഈ പിള്ളേരെയൊക്കെ ഉപദേശിച്ചത്? എടി ഇങ്ങനെ തന്നെ ഇപ്പോൾ തൽക്കാലം ഉപദേശിച്ചത്. കാരണം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം വന്ന് എല്ലാവരോടും അവരുടെ ജീവിതശൈലി മാറ്റാൻ പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഞാനിപ്പോൾ തൽക്കാലം അവരോട് ചർച്ച വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ചർച്ച വരട്ടെ, മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചോളും. ഇതൊക്കെ ശരിയാവോ? ദൈവം ശരിയാക്കൂടി, അതൊക്കെ ശരിയാവണം. ശരിയായ മതിയായിരുന്നു. നമുക്കിപ്പം ഇതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനമാറ്റം തോന്നാൻ കാര്യം എന്താ? അത് ഇന്നലെ രാത്രി ഞാനൊരു ചെറിയ സ്വപ്നം കണ്ടു. എന്നിട്ട് ജോയ് മോനെ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. എന്നെ സ്നേഹിച്ചു